back to my next video. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആമസോൺ ഹാളിൽ നിന്ന് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം അഫോർഡബിൾ റേഞ്ചിന് കിട്ടുന്ന ആപ്പായ മീഷോ ഹാളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ റീസെൻ്റ്ലി മേടിച്ചിട്ടുള്ള ഒരു 6 പ്രൊഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത്യാവശ്യം തന്നെ അഫോർഡബിൾ റേഞ്ചിലേക്ക് തോന്നുന്നു. എല്ലാ പ്രൊഡക്റ്റുകളും ഒരു 300 റുപ്പീസിന് താഴെ വരുന്നതാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റ് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിനുമുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനലിനെയും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. ഞാൻ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിലത്ത് പരത്തി വയ്ക്കാറ് പണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഒരു ബാസ്ക്കറ്റിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമസോൺ ഹാൾ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാസ്ക്കറ്റ് പരിചയം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ മേടിച്ച ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ പറക്കി വെച്ചിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവെക്കാം. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കത്തി ഉണ്ടല്ലോ, കത്രിക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഗ്യാസ് ലൈറ്ററൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒതുക്കി പറക്കി വെക്കുമ്പോൾ പിന്നെ മിസ്സായി പോകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ നൈഫ് സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് ആക്ച്വലി ഇതൊരു മാഗ്നറ്റിക് ബോർഡാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 2 സ്ക്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ചുമരിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ, ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കത്രിക അങ്ങനെ ലൈറ്റർ അങ്ങനത്തെ കാന്തം, ഇത് ഒരു മാഗ്നറ്റ് ആണ്. അത് മുട്ടുന്ന എല്ലാ ഇതും നമുക്കിങ്ങനെ എന്താ പറയുക, ഇപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കത്തി ഐറ്റംസ് ഒക്കെ ഇതിലിങ്ങനെ വെക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം എക്സാമ്പിൾ. ഒരു കത്തി ഉണ്ട്, അത് സ്റ്റീലായാലും ഇരിക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കത്തിയൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരുന്നോളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ വെയിറ്റുള്ള ഇരുമ്പിൻ്റെ കത്തിയാണ് നന്നായിട്ട് ഓട്ടോട്ടോ. ഇതിലിപ്പോൾ സ്റ്റീലിൻ്റെ കത്തിയായ കാരണം ചെറുതായിട്ടൊക്കെ ഈ അയേണിൻ്റെ കണ്ടന്റ് ഇതിലുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടുന്നത്. പക്ഷേ നമുക്ക് വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒട്ടും കേട്ടോ. എന്താ പറയുക, കത്രിക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ധൈര്യമായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് തപ്പി നടക്കേണ്ടി വരില്ല. ആവശ്യം കഴിയുമ്പോൾ കഴുകി ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി മേടിച്ചതാണ്. ഇതിനിപ്പോൾ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് കഴിഞ്ഞ വട്ടം മേടിച്ച കളറൊക്കെ ഏകദേശം മഷി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് അങ്ങനെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്കറുകൾ വേണം, അതുപോലെ സ്കെച്ച് അങ്ങനെയൊക്കെ വേണമല്ലോ. കുട്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിനൊരു ബാഗിലാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു 48 കളേഴ്സാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാൻ ഒരിടത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്കെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് 2 സൈഡ് ഉണ്ടാവും. 2 സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ മാർക്കർ പോലെയാണ്, കണ്ടോ, അത്യാവശ്യം തന്നെ വീതിക്ക് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ വീതി കുറഞ്ഞ ടൈപ്പാണ് കേട്ടോ. ഓക്കെ, വീതി കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എഴുതാനും അതുപോലെ തന്നെ സെയിം കളർ തന്നെ വീതിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആകും. അപ്പോൾ 48 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കളേഴ്സിൻ്റെ ഷെയ്ഡ് നമ്പേഴ്സും ഒക്കെ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും നമുക്കൊരു കളർ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് സിംഗിളായിട്ട് മേടിക്കാനും കിട്ടും. അപ്പോൾ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ആമസോണിൽ നോക്കിയപ്പം 500-600 റേറ്റിലാണ് കണ്ടത്. എന്നാൽ മീഷോയിൽ ഇത് എനിക്ക് തോന്നുന്നു 230, 230-240 ആ റേഞ്ചിനാട്ടോ നമുക്ക് കിട്ടുന്നത്. ആ നേരത്തെ കാണിച്ച നൈഫ് ഉണ്ടല്ലോ, അത് ഏകദേശം 100-200 സംതിങ്ങിൻ്റെ ബിലോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ബാഗ് വരുന്ന കാരണം നമുക്ക് സെക്യൂർ ആയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എഴുതലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലിട്ട് വെക്കാം. ഇങ്ങനെ ഒരു ഹാൻഡിലൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഈ മോളിത്തെ സ്റ്റുഡിയോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച കർട്ടൻ ഇടുന്ന മറ്റേ ക്ലാമ്പ് ഉണ്ടല്ലോ, ആ സംഭവമാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ വരുന്ന ഇതാണ്, കണ്ടോ, ഈ 2 അറ്റത്തും ഒരു ഉണ്ടായിട്ട് നമ്മൾ ഇടില്ലേ, അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ. അത് ആ 2 ഉണ്ടയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ സംഭവം ഉണ്ടല്ലോ അതും കൂടിയിട്ട് മേടിച്ചാണ്. ഇതിൻ്റെ ഒരു 100 സംതിങ് ഒക്കെയാണ് ഇതിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും യൂസ്
യൂസ്ഫുൾ ആണെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ കർട്ടൻ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നമുക്കൊരു ഡോർമാറ്റ് ആണ്. കണ്ടോ, ഇത്രയ്ക്കും സൈസ് വരുന്ന നല്ലൊരു മൈക്രോ ഫൈബറിന്റെ ഡോർമാറ്റ് ആണ്. നമുക്ക് ബെഡ്റൂമിലൊക്കെ ബാത്റൂമിന്റെ അടുത്തോ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിലൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേ കളറിലുള്ള ഒരു ഡോർമാറ്റ് ആണ് കേട്ടോ. മൈക്രോ ഫൈബർ ആണ്. ചില ഡോർമാറ്റ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ 1-2 മേടിച്ചപ്പോൾ എനിക്ക് പറ്റിയതാണ്, നമുക്ക് വെള്ളം അങ്ങനെ അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പം ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാലുമ്പോൾ നമുക്ക് വെള്ളം ഇതിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് ടൈലിലൊന്നും ഇങ്ങനെ വെള്ളം പിടിക്കില്ല. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വട്ടം മേടിച്ചത് മൈക്രോ ഫൈബർ തന്നെയാണ്, പക്ഷെ നമ്മൾ വെള്ളം ഇങ്ങനെ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ അതിലേക്ക് പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ നടക്കുന്ന വഴി മുഴുവൻ വെള്ളമായിട്ട് ഇങ്ങനെ അഴുക്കാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഇത് 2 എണ്ണത്തിൻ്റെ സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഗ്ലാസിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഓയിൽ ഒഴിക്കുന്ന കാരണം കൊണ്ട് സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം ഞാൻ വിചാരിച്ചതിനേക്കാട്ടും വലുതാണ്. 1 ലിറ്ററിൻ്റെ സൈസാണ് വരുന്നത്. 2 എണ്ണത്തിൻ്റെ കോമ്പോ ആണ് പറഞ്ഞാൽ ഓൾറെഡി ഉപയോഗിച്ചു കേട്ടോ. നമുക്ക് 1 ലിറ്റർ ഓയിൽ വെളിച്ചെണ്ണ അതിനൊക്കെ ഒഴിച്ച് വയ്ക്കാൻ നല്ലതാണ്. ഇതിൻ്റെ മൗത്ത് കാണുന്നിട്ട് നല്ല വട്ടം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒഴിക്കാനും ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടപ്പൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇതിങ്ങനെ തിരിച്ചിങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് ക്ലോസ് ആയിട്ടോ. അപ്പോൾ ഈസിയാണ്, യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേശ്ശേ വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ പൈപ്പ് കണ്ടോ, ഇതിൽ കൂടെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കൂടി പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ കാണാനും കുറച്ച് ഭംഗിയാണല്ലോ. നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ഭംഗി വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ മാറ്റി ഇങ്ങനത്തെ കുപ്പി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണത്തിൻ്റെ കോമ്പോ ആയിട്ട് തോന്നുന്നു 110-120 ആ റേഞ്ചുള്ളൂ 2 എണ്ണത്തിന് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്, വെറുതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിങ്ങനെ ഗ്ലാസ് പോലെ തന്നെയാണ്. പിന്നെ ഞളങ്ങണമൊന്നുമില്ല നിൽക്കുമ്പോൾ കേട്ടോ, നല്ലതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് റൂമിൽ നമ്മുടെ മാവാല തട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. വാളിൽ അതുപോലെ നമ്മൾ സാധാരണ മാറാമ്പല തട്ടുന്ന ബ്രഷ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിനെക്കാട്ടും കുറച്ചും കൂടി പൊടികൾ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സംഭവം കേട്ടോ. ഇതും അതുപോലെ തന്നെ 110-120 ആ റേഞ്ചൊക്കെ ഉള്ളൂ. മൈക്രോ ഫൈബറിൻ്റെ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ്, നമുക്കിങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാനിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജടല, കമ്പി, അതിനുള്ളൊക്കെ പൊടി പിടിച്ച് നമ്മൾ ഓരോന്നായിട്ട് തുണി വെച്ച് ഞാനിങ്ങനെ തിരിച്ച് കൊടുത്താൽ തുടയ്ക്കാറ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ചുമരുമത്തൊക്കെ നമുക്കിങ്ങനെ പൊടി കളയാൻ പറ്റും. ഉണ്ടാവും ഇങ്ങനെ തട്ടി കൊടുത്താൽ ബെസ്റ്റായിട്ട് പൊക്കോളൂ കേട്ടോ. സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സ്റ്റിക്കാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇത് നല്ല എന്താ പറയുക, നല്ല സ്റ്റഡി ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് മാറാലേക്ക് തുടയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ലെങ്ത്ത് കൂട്ടാൻ പറ്റും. അയ്യോ കേട്ടോ, ഇനിയും കൂട്ടാൻ പറ്റും കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ചുമരിൻ്റെ മുകളിൽ സീലിങ്ങിൽ മുട്ടിയിട്ടാ, എന്നിട്ടും കണ്ടോ ഇത്രയ്ക്ക് ബാക്കിയുണ്ട്. നന്നായിട്ട് ലെങ്ത്ത് ഉണ്ട് കേട്ടോ. എന്നാൽ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ വളയൽ അങ്ങനെയൊന്നും ഇല്ല. അത്യാവശ്യം നല്ല സ്റ്റേണാണ്. ഇതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാനിത് പൊടി തട്ടി നോക്കിയിട്ട് പറയാനൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ ചെറിയ പൊടി വരെ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റും. മെയിൻലി ഞാനിത് ഉദ്ദേശിച്ചത് വെച്ചാൽ അലമാരിയുടെ മേൽവശം, ജനല കമ്പി അങ്ങനെയൊക്കെ തട്ടാനാണ് കേട്ടോ. റൂമിലൊക്കെ അടിപൊളിയായിട്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആക്ച്വലി എനിക്ക് ഭയങ്കര പൊടിയുടെ അലർജിയാണ്, മോൾക്കും അങ്ങനെയുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ പൊടി റൂമിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ തട്ടാൻ വേണ്ടി മേടിച്ചതാണ്. അതുപോലെ തന്നെ നമ്മളിത് മാറാല പൊടിയൊക്കെ ഡസ്റ്റൊക്കെ തട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്ത് ഉണക്കാവുന്നതാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ബക്കറ്റിൽ ഒത്തിരി ഷാമ്പു സോപ്പൊക്കെ കലക്കിയിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകും കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒരു 150 രൂപയ്ക്ക് താഴേക്ക് ആയിട്ടുള്ള റേറ്റും ലിങ്കും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ 8 ആണ്. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാനിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ തുടയ്ക്കാനായിട്ട് അടിപൊളിയാണ്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് അതൊരു കോംബോ സെറ്റ് ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഭയങ്കര വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും വാങ്ങുവാണെങ്കിൽ യൂസ്ഫുൾ ആവും. ഇതൊരു 3 എണ്ണത്തിന് വരുന്നത് 200 തോന്നും
200 ആണോ 100 ആണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കി വാങ്ങാൻ പറ്റുന്ന ഒരു മസ്റ്റ് ബൈ ഐറ്റം ആണ് ഇന്ന് ഞാൻ ചെയ്തല്ലോ. ഇങ്ങനെ 3 ഐറ്റം എവിടെ നിന്ന് 200 രൂപയ്ക്ക് കിട്ടുക. ഇത് എന്നിട്ടാന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ളതാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആമസോണിലൊക്കെ നോക്കിയപ്പോൾ 200-250 റേറ്റിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങാന്ന് വെച്ചിട്ട് വാങ്ങാനത് നന്നായിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ 200 റേഞ്ചിന് നമുക്ക് വേറൊരു വിസ്കും നമുക്ക് ഫുൾ കാർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡാണത്. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു അൽഫാമൊക്കെ ചുടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 3 കൂടെ കിട്ടിയല്ലോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടാറ്റോസ് ഒക്കെ ഇങ്ങനെ മാഷ് ചെയ്ത് നമുക്ക് സ്റ്റൂ കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും വേറെ മാഷ് ചെയ്യുന്ന ഐറ്റംസിനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം തന്നെ വട്ടം വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാനായിട്ട് പറ്റും. ഇതൊരു പൊട്ടാറ്റോ മാഷർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാഷ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിനൊരു വുഡൻ്റെ ഹാൻഡിലാണ് വരുന്നത്. റിസ്ക്കാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ദോശ എനിക്ക് എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ദോശ ഉണ്ടല്ലോ, ഗോതമ്പ് ദോശ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശ ചപ്പാത്തി ഉണ്ടാക്കാൻ ടൈമില്ലാത്തപ്പോൾ മിക്ക ദിവസം ദോശയാണ്. അപ്പം ഇതൊന്ന് വിസ്ക് എന്തെങ്കിലും മിക്സ് ചെയ്യുന്ന ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബീറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ വാഷ് ചെയ്യാനും അല്ലാത്തതിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിന് കിട്ടിയ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുൽക്കാക്കി ഉണ്ടല്ലോ, പുൽക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഗ്യാസിൽ നേരിട്ട് എന്തെങ്കിലുമൊക്കെ ചുടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല സെക്യൂർ ആയിട്ടൊക്കെയാണ് വന്നിരിക്കണത്. കണ്ടോ, ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് ഒടിയാതിരിക്കാനൊക്കെയാണ് തോന്നുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് കണ്ടോ, ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ, അടിയിൽ കണ്ടോ ഇങ്ങനെ കാല് പോലെ ഉണ്ട് 4 അപ്പം നമുക്ക് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ പുളിക്ക ചൂടാൻ അതുപോലെ തന്നെ അൽഫാമൊക്കെ ചൂടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നെയ്യ് ഇങ്ങനെ വീഴുമല്ലോ അവിടെ, നോക്കി നോക്കാം. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവരൊക്കെ മേടിക്കാം. അടിപൊളി പ്രൊഡക്റ്റുകളാണല്ലോ. എന്നാലും എല്ലാ പ്രൊഡക്റ്റുകളും ഏകദേശം ഒരു 300 റുപ്പീസിൻ്റെ താഴെയാണ്. 200 സംതിങ് 100 സംതിങ് റേഞ്ച് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതാണ് കേട്ടോ മീഷോയുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ അത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.